ഇനി നേരെ നിങ്ങൾക്ക് കിച്ചൺ ബോട്ടം നിങ്ങൾക്ക് കാണാം. കിച്ചൺ ബോട്ടത്തിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളതും സെയിം മെറ്റീരിയലാണ്. ചാമ്പ്യൻ സ്റ്റീലിൽ ബീച്ച് കളർ ഷീറ്റിൽ തന്നെയാണ്, ACP വർക്കിൽ തന്നെയാണ് നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊരു റൈസ് വെക്കാനുള്ള യൂണിറ്റാണ്. റൈസ് വെക്കാനുള്ള യൂണിറ്റിൽ നമ്മൾ സോഫ്റ്റ് ക്ലോസ് തന്നെയാണ് അതിൽ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൽ വെളിയിൽ ട്യൂബ് ഹാൻഡിലും കൊടുത്ത് യൂണിറ്റ് പുറത്തെടുക്കാൻ പാകത്തിന് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തൊട്ടടുത്ത് ഒരു കട്ട്ലറി SS-ൽ നമ്മളൊരു കട്ട്ലറി യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതും സോഫ്റ്റ് സ്ലൈഡിങ്ങിലാണ്. ആൻഡ് ഒരു പ്ലേറ്റ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഓയിൽ പ്ലോട്ട്. അതിൻ്റെ അടുത്ത് വരുന്ന സെക്ഷനെല്ലാം ഡോറാണ്. ആൻഡ് ഗ്യാസിൻ്റെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ ഫോൾഡിംഗ് ഡോറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഫോൾഡിംഗ് ഡോർ നിങ്ങൾ കണ്ടോ? ഫോൾഡിംഗ് ഡോർ യൂണിറ്റ് നിങ്ങൾക്ക് ആ യൂണിറ്റ് ഇപ്പോൾ ഫ്രെയിം ഇട്ട് നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് തൊട്ടടുത്ത് സിങ്കിൻ്റെ പ്രൊവിഷനാണ്. സിങ്കിൻ്റെ അതിന് പറ്റിയ രീതിയിൽ തന്നെ പുറത്ത് വെന്റിലേഷനും കൊടുത്ത് ചാമ്പ്യൻ സ്റ്റീലിൽ ACP-ൽ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് കാണാം. ഈ യൂണിറ്റിൽ വരുന്നത് ഒരു മിഡിൽ ഷെൽഫ് ഫ്രെയിം ഇട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കംപ്ലീറ്റ് യൂണിറ്റും ACP-യിലെ ചാമ്പ്യൻ സ്റ്റീലിൽ ACP ഷീറ്റ്സിലാണ് കംപ്ലീറ്റ് യൂണിറ്റും നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതേപോലെ 2 ബെഡ്റൂം ഉണ്ട്. നമുക്ക് ബെഡ്റൂം കാണാം. ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് HPL ഷീറ്റാണ്. കിച്ചൺ TV യൂണിറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ACP ആണ്. നമുക്ക് അടുത്ത യൂണിറ്റ് കാണാം.